പവർ വിഷന്റെ ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് ലോകമെമ്പാടും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ പ്രത്യേക എപ്പിസോഡിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ചങ്ങനാശ്ശേരി നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ദൈവിക ഉണർവിലേക്ക് നാം ഒരുമിച്ച് ഇപ്പോൾ പോവുകയാണ്. ഗെറ്റ് റെഡി. എഫെസ് ലേഖനത്തിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് വന്നിട്ട് കുറച്ചേറെ ചിന്തിക്കാം. എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയ എഫെസ് ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 16-17 വാക്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് ഈ ഭാഗമാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് ഞങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ വേണം. പ്രത്യേകിച്ച് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആകുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ദൈവത്തിന്റെ ആഴങ്ങളെ ആരാഞ്ഞറിയുവാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, എനിക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം. എന്നോട് പറഞ്ഞേ, കർത്താവേ, എനിക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം. ഈ രണ്ട് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും കുഞ്ഞുങ്ങളെ? എന്ത് സംഭവിക്കും? അടുത്ത വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ കിട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത നിങ്ങളുടെ പറഞ്ഞേ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് കിട്ടുന്ന ഉടനെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. അടുത്തിരിക്കുന്ന പ്രകാരം കൊടുത്ത് പറഞ്ഞേ, നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ കിട്ടിയാൽ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. ഹൃദയദൃഷ്ടി പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സാം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കൂട്ടിയിരിക്കുന്നില്ല. ഹൃദയദൃഷ്ടി പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ചടിക്കുകയാണ്. പിന്നെ അതുകൊണ്ട് നിങ്ങൾ അറിയാൻ തുടങ്ങും. എന്താണെന്ന് വായിച്ചു, ഞാൻ ജസ്റ്റ് വായിച്ചു വിടാം. വായിച്ചു. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വെളിയാനുള്ള നിങ്ങൾ അറിയാൻ പോവാ. അപ്പൊ നിങ്ങളെ വിളിച്ചതിന്റെ ഉദ്ദേശം അടുത്തത് വിശുദ്ധന്മാരുടെ യേശുവിന്റെ അവകാശത്തിന്റെ വലിപ്പം, പിന്നെ മഹിമാതരമെന്ന് വിശ്വസിക്കുന്ന അവന്റെ ബലവത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയാൻ തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് ആദ്യമേ പൗലോസ് പറയാം, നിങ്ങൾക്ക് രണ്ട് കാര്യം വേണം. അത് രണ്ടും ഹോളി സ്പിരിറ്റിൽ നിന്നുള്ളതാണ്, പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണ്. ഒന്ന് വിസ്ഡം, ഒന്ന് റെവലേഷൻ. ഒന്ന് ജ്ഞാനവും ഒന്ന് വെളിപ്പാട്. എല്ലാവരും പറഞ്ഞേ, ജ്ഞാനം, വെളിപ്പാട്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ സന്തോഷമാണെങ്കിൽ ഒന്ന് പറഞ്ഞു, ജ്ഞാനാത്മാവ്, വെളിപ്പാടിന്റെ ആത്മാവ്. പരിശുദ്ധാത്മാവിൽ നിന്നുള്ള പല ദാനങ്ങളിലുള്ള ഒരു ദാനമാണ് ജ്ഞാനം. പരിശുദ്ധാത്മാവിൽ നിന്നുള്ള പല ജ്ഞാനങ്ങളിലുള്ള ഒരു ജ്ഞാനമാണ് വെളിപ്പാട്. ഹല്ലേലൂയ. ജ്ഞാനം ഭൗതികമെങ്കിൽ വെളിപ്പാട് ആത്മീകമാണ്. ഹലോ, പറഞ്ഞു കേട്ടായിരുന്നു. ജ്ഞാനം ഭൗതികമെങ്കിൽ വെളിപ്പാട് ആത്മീകമാണ്. ജ്ഞാനം ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതാണെങ്കിൽ വെളിപ്പാട് ആ ലോകത്തിലെ കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടിയുള്ളതാണ്. ദൈവത്തിന്റെ രഹസ്യങ്ങൾ മനുഷ്യനെ അറിയിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ ഫോർമാറ്റാണ് വെളിപ്പാട്. ഹലോ, ദൈവത്തിന്റെ രഹസ്യങ്ങൾ ദൈവം മനുഷ്യനെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഫോർമാറ്റാണ്, ദൈവത്തിന്റെ ശൈലിയാണ് വെളിപ്പാട്.
എന്നാൽ മാനുഷിക ജ്ഞാനം, മാനുഷിക അറിവുകൾ അത് മനുഷ്യ സഹജമായി ലഭിക്കാത്തതും ദൈവദത്തമായി ലഭിക്കുന്നതുമായ ദൈവത്തിന്റെ ദാനമാണ്. ഒന്ന് ദൈവത്തെ കുറിച്ച് അറിയാൻ, ഒന്ന് ദൈവം തന്നിരിക്കുന്ന ലോകത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാൻ. ഇത് രണ്ടും നിങ്ങൾക്ക് ആവശ്യമാണ്. ഒന്ന് ദൈവത്തിന്റെ കാര്യങ്ങൾ അറിയണം. എല്ലാവരും പറഞ്ഞു എനിക്ക് ദൈവത്തിന്റെ കാര്യങ്ങൾ അറിയണം. അച്ഛനെ പറഞ്ഞ ദൈവത്തിന്റെ കാര്യങ്ങൾ അറിയണം. അതെ, അതിന് നിങ്ങൾക്ക് വെളിപ്പാട് കൂടിയേ തീരൂ. കാരണം വെളിപ്പാടിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തെ ആരാഞ്ഞറിയാൻ കഴിയുകയില്ല. വെളിപ്പാടെന്ന് പറഞ്ഞാൽ ആത്മക്കണ്ണിന്റെ പ്രകാശനമാണ്. എന്ന് പറയാമോ? വെളിപ്പാടെന്ന് പറഞ്ഞാൽ ആത്മക്കണ്ണിന്റെ പ്രകാശനമാണ്. ആത്മക്കണ്ണെന്ന് പറയുന്നത് അക്ഷരിക കണ്ണാണ്, അകത്തെ കണ്ണാണ്. അകത്തെ കണ്ണിന്റെ പ്രകാശനമാണ് വെളിപ്പാട്. പുറത്തെ കണ്ണിന്റെ വെളിപ്പെടുത്തലാണ് ജ്ഞാനം. ഹലോ ഹലോ വെളിപ്പാട് മേളിൽ നിന്നുള്ളത്, മേളത്തേക്കുള്ളത്, മേളിന്റേത്, ഉയരത്തിന്റേത്. ജ്ഞാനം ഭൂമിയുടേത്. ഇത് രണ്ടും നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ ജീവിക്കുന്നത് സ്വർഗത്തിലാണ്, അപ്പോൾ തന്നെ നിങ്ങൾ ഇരിക്കുന്ന ഭൂമിയിലാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിൽ സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു, ജഡത്തിൽ ഭൂമിയിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജ്ഞാനവും വേണം, വെളിപ്പാടും വേണം. ആര് പറയും എനിക്ക് ജ്ഞാനം വേണം, വെളിപ്പാടും വേണം? മുക്കുവനായ മനുഷ്യൻ ദൈവശാസ്ത്രത്തിന്റെ നട്ടല് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന വലിയ ലേഖനം എഴുതിയത് എന്നാ ജ്ഞാനത്തിലാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച വരെ മീനെ പിടിച്ചോണ്ടായിരുന്നു. ഈ ആഴ്ച ഇപ്പോൾ ഇതാ വായെന്ന് പറയുന്നു. അവൻ തത്വത്തിന്റെ പ്രഭയാണ്, അവൻ തേജസ്സിന്റെ മുദ്രയാണ്. ഇത് ആര് പഠിപ്പിച്ചു? എന്താ പറഞ്ഞേ? ഇത് ദൈവിക ജ്ഞാനമാണ്. ഉറക്കെ പറഞ്ഞാൽ വായിതൊന്ന് പറഞ്ഞാൽ ഇത് മാനുഷിക ബുദ്ധിക്ക് അതീതമായ ദൈവിക ജ്ഞാനം. ഒച്ചതെന്ന് പറഞ്ഞു, മാനുഷിക ബുദ്ധിക്ക് അതീതമായ ദൈവിക ജ്ഞാനം. എല്ലാവരും കാണുന്ന കാര്യങ്ങൾ നീ കണ്ടു കഴിയുമ്പോൾ അതിനെപ്പറ്റി നിനക്ക് പറയാൻ വാ തോരാതെ പോലെ തുടങ്ങുകയാണ്. എല്ലാവരും വായിക്കുന്ന വചനം നീ പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ വചനത്തിൽ ഇത്ര അതിശയങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് മറ്റുള്ളവർ ചിന്തിക്കുക. എന്റെ കാര്യം എന്നറിയാമോ? നിനക്കുള്ളത് ഒക്കെ പറ, നിനക്കുള്ളത് ദൈവിക ജ്ഞാനമാണ്. ഒക്കെ പറഞ്ഞ ദൈവിക ജ്ഞാനം. വായു തുറന്ന് പറ, ദൈവിക ജ്ഞാനം. ഇന്നത് പ്രാവശ്യത്തെ വിടുന്ന ആൾക്കാർ എഴുന്നേക്കാവും. നിങ്ങളുടെ മേൽ ഇതിന്റെ ഒരു പകർച്ച വരാൻ പോകുന്നു. ഞാൻ ഈ അടുത്ത കാലത്താണ് തിരിച്ചറിയുന്നത് ദൈവിക ജ്ഞാനത്തിന് ഒരു പകർച്ചയുണ്ടെന്ന് പറഞ്ഞ. ദൈവിക ജ്ഞാനത്തിന് ഒരു പകർച്ചയുണ്ട്, ഒരു ഇംപാർട്ടേഷനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ പറയുന്നത് സ്പിരിറ്റ് ഓഫ് വിസ്ഡം. If you read English Bible, you will get it. Spirit of wisdom and of revelation in the knowledge of Him. Spirit of wisdom is not simply wisdom; it's a spirit of wisdom. It's ജ്ഞാനത്തിന്റെ ആത്മാവ്. It's something related to the spirit. ആത്മാവ് പറഞ്ഞ ജ്ഞാനാത്മാവ്. ആത്മാവായ ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണ് ജ്ഞാനത്തിന്റെ ആത്മാവ്. ഓ ഹല്ലേലൂയ. ദൈവം ജ്ഞാനിയായ ദൈവത്തിൽ നിന്ന് ജ്ഞാനത്തിന്റെ ആത്മാവ്. ഇത് നിങ്ങൾക്ക് കിട്ടിയാൽ ഇന്ന് നിങ്ങൾ ആള് മാറും. ആർക്കും നിങ്ങൾ സംസാരിക്കുന്ന ജ്ഞാനത്തോട് എതിർത്ത് നിൽക്കാൻ കഴിയുകയില്ല. ഏത് പരീക്ഷ ഹോളിലും ഈ ജ്ഞാനം തള്ളി 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 പൊന്തി വരും. എക്സാം എന്ന് കേൾക്കുമ്പോൾ നിന്റെ ബിപി കൂടത്തില്ല. നീ എപ്പോഴും വിളിച്ചു പറയും, എക്സാം എഴുതുന്നതിന് മുമ്പ് എനിക്കറിയാം എന്റെ ജയം. കാരണം ഞാൻ ജ്ഞാനം കൊണ്ടല്ല എക്സാം എഴുതാൻ പോകുന്നത്, ദൈവിക ജ്ഞാനം കൊണ്ടാ. ആ ദൈവിക ജ്ഞാനത്തിന്റെ പകർച്ച ഒന്ന് കരമടിച്ചു ഏറ്റെടുത്ത വിശ്വാസത്താൽ സ്വീകരിച്ചോട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ ദൈവിക ജ്ഞാനം വ്യാപരിക്കട്ടെ. ദൈവിക ജ്ഞാനം വ്യാപരിക്കട്ടെ. ഒന്നും അറിയത്തില്ലാത്ത നിന്നെ എല്ലാം അറിയാവുന്ന മധ്യത്തിൽ വെറുക്കുന്ന ദൈവിക ജ്ഞാനം വ്യാപരിക്കട്ടെ. ഒരു കഴിവുമില്ലാത്ത നിന്നെ എല്ലാ കഴിവുള്ളവരുടെ നടുവിൽ അവന്റെ അധരം അടപ്പിക്കുവാൻ ഒരു ദൈവിക ജ്ഞാനം വ്യാപരിക്കട്ടെ. ജസ്റ്റ് ഫോർമാറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ പറയാം. ഇത് വെളിപ്പെടുന്ന ചില സ്ഥലങ്ങളും ഇത് വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളും ഞാൻ പറയാം. ഇനി പരീക്ഷന്മാരും ശാസ്ത്രിമാരും എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ നൂലാമാലകൾ പോലും വിഭജിച്ച് പഠിക്കുകയും ചെയ്യുന്നവരാണ്. അവരുടെ അടുക്കൽ അങ്ങനെ അങ്ങ് തർക്കിച്ച് നിൽക്കാൻ ആർക്കും പറ്റുകയില്ല. അത്രയ്ക്ക് താർക്കികന്മാരാണവർ. ജ്ഞാനത്തിന്റെ അസാധാരണ ഇരിപ്പിടമാണവർ. അസാധാരണ ജ്ഞാനത്തിന്റെ ആൾക്കാരാണവർ. അവരുടെ മുമ്പിൽ ആർക്കും അങ്ങനെ സംസാരിക്കാനൊന്നും കഴിയുകയില്ല. എന്റെ യേശു പരീക്ഷന്റെ വായ അടപ്പിച്ചത് 30-ാമത്തെ വയസ്സിലല്ല, 12-ാമത്തെ വയസ്സിലാണ്.
12 വയസ്സുള്ള ബാലകനായ യേശുവെ എവിടുന്ന് കിട്ടി ഇത്രയും വലിയ ജ്ഞാനമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ യേശു മറുപടി പറയും, ഇത് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമാ, അല്ലാതെ ഞാൻ പ്രാപിച്ചതല്ല, ഞാൻ സ്വായത്തമാക്കിയതല്ല, എനിക്ക് കിട്ടിയതല്ല. ഈ ജ്ഞാനം ദൈവത്തിന്റെ ജ്ഞാനമാ. പൈതൽ വളർന്നു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. പൈതൽ വളർന്നു. ഓ, നിങ്ങളെല്ലാം നോക്കി ഇനി ഞാൻ പ്രവചിക്കട്ടെ, റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുകൾ വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് പറയട്ടെ, അയ്യോ ഇവരുടെ ജ്ഞാനം എന്താ ഇങ്ങനെ, ഇവർക്ക് എങ്ങനെയാ ഇവിടെ ഇത്രയും ജ്ഞാനം കിട്ടിയത്? ക്ലാസ്സിൽ ഇവർ വലിയ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, പക്ഷെ എക്സാം എഴുതുമ്പോൾ ഇവരുടെ റിസൾട്ടിന് അടുത്ത് ആരുടെ റിസൾട്ട് നിൽക്കുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു? വിളിച്ചു പറയട്ടെ, ഇത് ദൈവിക ജ്ഞാനത്തിന്റെ പകർച്ചയാണ്. വേണ്ടി വരുമ്പോൾ ഏറ്റെടുത്തു, ഇന്ന് ദൈവിക ജ്ഞാനം ഇതിനകത്ത് പകരാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത്രയും സീരിയസ് ആയി വേറൊരു വിഷയമില്ല. ജ്ഞാനം, ജ്ഞാനം, ജ്ഞാനം. പഴയ നിയമത്തിൽ ബെസ്ലേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ വിളിച്ചു. സാധാരണക്കാരനായിരുന്നു, സമാഗമന കൂടാരത്തിന്റെ പണി ചെയ്യാനുള്ള കഴിവൊന്നും ആ മനുഷ്യനില്ലായിരുന്നു. പക്ഷെ പലരും എഴുതി വെച്ചിരിക്കുന്നത് ബെസ്ലേലിനെ വിളിച്ചിട്ട് ദൈവം ജ്ഞാനത്തിന്റെ ഇമ്പോർട്ടേഷൻ കൊടുത്തതാണ്. ദൈവം അവനെ ജ്ഞാനം കൊണ്ട് നിറച്ചു. ഇപ്പൊ ഇതാ ആശാരിപ്പണി അറിയത്തില്ലാത്തവൻ ആശാരി പറയുന്നതിനേക്കാൾ വലിയ കണക്ക് പറയുന്നു. അത് അവിടെ കൂടും, ഇതിവിടെ ചേരും, അത് അവിടെ കൂടി ഇവിടെ ചേരുമ്പോ അതിവിടെ നടക്കും. എവിടുന്ന് കിട്ടിയിടാം? സാധാരണക്കാരൻ നിനക്ക് ഈ ആശാരിക്ക് പോലും ഇല്ലാത്ത ജ്ഞാനം. ഈ ജ്ഞാനം ആശാരിക്ക് കിട്ടുന്നതല്ല, ആശാരിയുടെ വീട്ടിൽ ജനിച്ചാൽ കിട്ടുന്നതല്ല. ഈ ജ്ഞാനം ദൈവത്തിന്റെ ദാനമാണ്. ഓ ഹല്ലേലൂയ പറഞ്ഞേ. ദാവീദിന്റെ മകനായ ശലോമോന് വേണമെങ്കിൽ കർത്താവിന്റെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും ചോദിക്കാമായിരുന്നു. പക്ഷേ ജ്ഞാനിയായ ശലോമോൻ ചോദിച്ച ഏക കാര്യം എന്താണെന്നറിയോ? വിസ്ഡം. എനിക്ക് വേണം ജ്ഞാനം. ഹല്ലേലൂയ. ജ്ഞാനത്തിന് ഇത്രയും വലുപ്പമുണ്ടോ? ജ്ഞാനമുള്ള നിന്നെ പോലെ ശ്രേഷ്ഠനായിട്ട് ഒരു വ്യക്തിയില്ല. ജ്ഞാനമുള്ള നീ എടുക്കുന്ന തീരുമാനം ആകപ്പാടെ സാഹചര്യങ്ങളെ മറിച്ചു കളയും. ജ്ഞാനം എടുക്കുന്ന നിന്റെ തീരുമാനം വളരെ നിർണായകമായിരിക്കും. ഇത്തരത്തിലൊരു ജ്ഞാനത്തിന്റെ പകർച്ച ഇന്ന് കർത്താവ് ചെയ്യാൻ പോവുക. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഞാനത് പകർച്ചയാണ് ഇങ്ങനെ ആവർത്തിക്കാനായിട്ട് കാര്യം. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എങ്ങനെയാ? ജ്ഞാനത്തിന്റെ ആത്മാവ്. പറഞ്ഞു, ജ്ഞാനത്തിന്റെ ആത്മാവ്. പറ. ഓ, പിടികളെ പ്രത്യേകിച്ച് എക്സാമിന് പ്രിപ്പയർ ആകുന്നവർ വിളിച്ചു പറ, ജ്ഞാനത്തിന്റെ ആത്മാവ്. കഴിഞ്ഞ എക്സാം എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയത്തില്ല, ഇതിന് മുമ്പിലത്തെ എക്സാം എങ്ങനെയായിരുന്നു എനിക്കറിയത്തില്ല. പക്ഷെ ഈ എക്സാമിന്റെ റിസൾട്ട് ഇപ്പൊ തന്നെ എനിക്ക് വിളിച്ചു പറയാൻ കഴിയും. എനിക്ക് തോൽവി ഉണ്ട് എന്ന് ഞാൻ വിഷയിക്കുന്ന വിഷയത്തിൽ പോലും യേശുവിന്റെ നാമത്തിൽ പതിവിനപ്പുറത്ത് അവർക്ക് പഠിക്കാൻ ഒരു കഴിവുമില്ല, അവർക്കൊരു ബുദ്ധിയില്ല. അവരുടെ കയ്യിൽ എന്നെ ഏൽപ്പിച്ച മുടിക്കുമെന്നല്ലാതെ പണിയത്തില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും നിന്നെ എന്നെ മാറ്റിയിട്ടിരിക്കുന്നത്. പക്ഷെ ദൈവിക ജ്ഞാനം വരുമ്പോൾ നിന്റെ കയ്യിൽ ഇരിക്കുന്ന ആ ചെറിയ കാര്യം കൊണ്ട് വലിയ കാര്യങ്ങൾ നടക്കും. ചെറിയ കാര്യം കൊണ്ട് വലിയ കാര്യങ്ങൾ നടക്കും. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിന്റെ കയ്യിലിരിക്കുന്ന ചെറുതായിരിക്കും, പക്ഷെ ദൈവിക ജ്ഞാനം കൊണ്ട് അതിനകത്ത് വലിയ കാര്യങ്ങൾ സംഭവിക്കും. ഞാൻ നിങ്ങളെ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താം. പേര് സ്റ്റീഫൻ, മലയാളത്തിൽ സ്റ്റെഫാനോസ്. പറഞ്ഞ വാക്ക് സ്റ്റെഫാനോസിനെ അപ്പസ്തല പ്രവൃത്തിയിലേക്ക് നിങ്ങൾ പെട്ടെന്ന് വരികയാണെങ്കിൽ കാണാം. അപ്പസ്തല പ്രവൃത്തിയിൽ 2-3 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു. 6-ാം അധ്യായത്തിലാണ് ആദ്യമായിട്ട് സ്റ്റെഫാനോസിനെ കാണുന്നത്. എന്തിനാ സ്റ്റെഫാനോസിനെ ആക്കി വെച്ചത്? നിങ്ങൾ 6:3 വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 6:3 വായിച്ചു. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ എന്തിന് ആ കാലത്ത് 6:1 ആ കാലത്ത് അപ്പസ്തല പ്രവൃത്തി 6:1 ആ കാലത്ത് ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിക്കുന്നു എന്ന് യവനക്കാരും എബ്രായക്കാരും നേരെ പിറുപിറുത്തു. 12-ാം വാക്യം. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷിക്കുന്നത് യോഗ്യമല്ല. 12 പേര് മേശമേൽ ശുശ്രൂഷിക്കുന്നത് യോഗ്യമല്ല. അപ്പൊ എന്ത് ചെയ്തു? ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരായി നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞുകൊള്ളു. മേശമേൽ ശുശ്രൂഷിക്കാൻ പോലും ആത്മാവും ജ്ഞാനവും നിറഞ്ഞവനെ തിരഞ്ഞെടുത്തെ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. മേശമേൽ ശുശ്രൂഷിക്കാൻ പോലും ദൈവത്തിന്റെ ആത്മാവ് തെരഞ്ഞെടുത്തത് ആത്മാവ് ജ്ഞാനം ഉള്ളവനെയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അഭിഷേകം പ്രാപിക്കാത്തവനെ കൊണ്ട് പാവം ഒരു ഇടിപ്പിച്ചിരുന്നു. ഹല്ലേലൂയ.
വരുന്നവൻ അപ്പോൾ സ്ഥലത്തുള്ളവൻ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ നടപടിയല്ലായിരുന്നു ഇവിടെ. നിങ്ങൾ ഈ ഭാഗം വായിച്ചു നോക്കി. മേശമേലുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വിധവമാർക്ക് ആഹാരം വിളമ്പി കൊടുക്കുക. വിധവമാരെ ആഹാരം കഴിച്ച് കഴിയുമ്പോൾ കൊണ്ട് കൈ കഴിപ്പിക്കുക. വിധവമാർക്ക് കിടക്കാനും ഉള്ള സ്ഥലമൊക്കെ ഒരുക്കി കൊടുക്കുക. ഈ ശുശ്രൂഷയ്ക്ക് പോലും തെരഞ്ഞെടുത്ത ആരെയാന്ന് വായിച്ചു നോക്കി. ആത്മാവും ജ്ഞാനവും ഉള്ളവരെ. വായിച്ചു. അഞ്ചാം വാക്യം. ഈ വാക്ക് കൂട്ടത്തിലൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ 7 പുരുഷന്മാരായ സ്തെഫാനോസ്. വായിച്ചു നോക്കി. അവരിൽ ഒന്നാമനാരാ? സ്തെഫാനോസിനെ എന്തിനാ വിളിച്ചേ? എന്തിനാ അപ്പോയിന്റ് ചെയ്തേ? ഉറക്കെ പറ സഹോദരന്മാരെ, ഉറക്കെ പറ. സ്തെഫാനോസിനെ അപ്പോയിന്റ് ചെയ്തത് എന്തിനാണെന്നറിയോ? വിധവമാര് വന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ മേശ വഴിച്ച് ക്ലീൻ ചെയ്യാൻ. ഹലോ, ആമേൻ. കൊള്ളത്തില്ല അല്ലേ? ഭർത്താവ് മരിച്ച അമ്മച്ചിമാര്, വിധവമാര്, കുഞ്ഞുങ്ങളില്ലാത്ത വിധവമാര്, അവർ ആ കാലഘട്ടത്തിൽ പ്രാർത്ഥനാ സ്ഥലത്ത് തന്നെയായിരുന്നു പാർത്തുകൊണ്ടിരുന്നത്. അവർ ദൈവത്തോട് കൂടി ഇരിക്കുകയായിരുന്നു. പ്രായം ചെന്ന അമ്മച്ചിമാര് കഴിച്ചിട്ട് പോകുമ്പോ എച്ചിലെല്ലാം അവിടെ ഇവിടങ്ങളിൽ തെറിച്ചു കിടക്കുമ്പോ ആ എച്ചിൽ വാരാൻ വേണ്ടി 7 പേരെ ശുശ്രൂഷക്കായിട്ടാക്കി. അയ്യോ, അത് ശുശ്രൂഷയാണോ? അതും ശുശ്രൂഷയാ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അങ്ങനെ ഒരു ശുശ്രൂഷയുണ്ടോ? അങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ട്. രോഗശാന്തി ശുശ്രൂഷ പോലെ തന്നെ ഉള്ള ഒരു ശുശ്രൂഷയാണ് മേശമേലുള്ള ശുശ്രൂഷ. ഹല്ലേലൂയ. നിങ്ങൾ വായിച്ചു നോക്കി. അങ്ങനെ സ്തെഫാനോസ് ഇങ്ങനെ 7 പേരെ നിയമിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി. 6-ാം വാക്യം വായിച്ചു. പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു. എന്തിനാ? വിധവമാരുടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു. ഇതിനകത്ത് ഒരാളെ മാത്രം ഞാൻ നിങ്ങളെ കാണിക്കാം. 8-ാം വാക്യത്തിലേക്ക് വരിക. 8-ാം വാക്യം. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി. അനന്തരം സ്തെഫാനോസ് 7 പേരെ മേശ വടിക്കാൻ വേണ്ടി ആക്കി വെച്ചിരുന്നേ. 1-ാം ദിവസം മേശ വടിച്ചു, ക്ലീൻ ചെയ്തു. 2-ാം ദിവസം എച്ചിൽ വാരി ക്ലീൻ ചെയ്തു. അതിനിടയിൽ സ്തെഫാനോസിനെ കർത്താവ് തെരഞ്ഞെടുത്തു. ഇവന്റെ അധ്വാനം കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവൻ കൊള്ളാലോ, ഇവൻ മിടുക്കനാണല്ലോ, ഇവൻ ചെറുചെറുപ്പുള്ള ചെറുപ്പക്കാരനാണല്ലോ, ഇവനെ എനിക്കൊന്ന് ഉപയോഗിക്കണം. അടുത്ത വാക്യത്തിൽ മേശമേൽ നിന്ന് അവനെ മാറ്റി മറ്റുള്ളവരുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നവരാക്കി അവനെ മാറ്റി. നീ അല്പത്തിൽ വിശ്വസ്തനാകുമ്പോഴാ ദൈവം നിന്നെ അധികത്തെ വിചാരനാകുന്നത്. ഇത് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ കസേര ഇടാനായിരിക്കും, ചിലപ്പോൾ കർത്തൃമേശയുടെ പാത്രം കഴുകി വെക്കാനായിരിക്കും, ചിലപ്പോൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും, ചിലപ്പോൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഒരു യോഗ്യതയില്ല ശുശ്രൂഷയായിരിക്കും, ചിലപ്പോൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഹോൾ അടിച്ചു വരാനുള്ള ശുശ്രൂഷയായിരിക്കും. പക്ഷെ അതിൽ നീ വിശ്വസ്തനായാൽ അടുത്ത മിനിറ്റിൽ ശക്തി നിന്റെ മേൽ വരും. കൃപയും സത്യവും. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിനിടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. പറഞ്ഞാട്ടെ, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. 10-ാം വാക്യമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. 10-ാം വാക്യം. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടെ ആത്മാവോട് എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിയില്ല. നിങ്ങൾ എത്ര പേരെ കേൾക്കുന്നു? മേശ വടിക്കുന്ന ശുശ്രൂഷ ഏൽപ്പിച്ചവൻ കൃപയും സത്യവും നിറഞ്ഞവനായി ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോ 10-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുക, അവൻ സംസാരിച്ച ജ്ഞാനത്തോട്. പറഞ്ഞ ജ്ഞാനം. ഈ പകർച്ചയിൽ ചിലതിന്റെ മേൽ വീഴും. ഹല്ലേലൂയ. ഇന്ന് നിനക്ക് ബൈബിളിൽ എത്ര പുസ്തകം ഉണ്ടെന്ന് പോലും അറിയില്ലായിരിക്കും. പക്ഷെ ഈ ജ്ഞാനത്തിന്റെ പകർച്ച നിന്റെ മേൽ വീട് കഴിയുമ്പോൾ നിന്റെ വായി തുറക്കുമ്പോൾ വചനം ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും, ഒഴുകാൻ തുടങ്ങും. നീ സംസാരിക്കുന്ന ജ്ഞാനത്തോളം എതിർത്ത് ഇത്തരത്തിലൊരു അഭിഷേക ചലനങ്ങൾ കർത്താവ് ഇന്ന് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ജ്ഞാനത്തിന്റെ അഭിഷേകത്തെ കർത്താവ് ഇതിനകത്ത് പകരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതിൽ ഏറ്റെടുത്തോ. യേശുവിനോട് പറയുന്നത് ഇതാണ്, ഞാൻ ഇങ്ങനെ സ്തെഫാനോസുമാരെ ഇതിനകത്ത് അഭിഷേകം ചെയ്യും. ഇന്ന് പകൽ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാ, വലിയ വീര്യപ്രവർത്തികൾ ചെയ്യാൻ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഏൽപ്പിച്ചതിൽ നീ വിശ്വസ്തനായിരിക്കണം. അടുത്തിരിക്കുന്ന ആളുടെ കാലം കൊടുത്തെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതിൽ വിശ്വസ്തനായാൽ വലുത് നിന്നെ ഏൽപ്പിക്കും. വലുത് നിന്നെ ഏൽപ്പിക്കും. ചോദ്യം ചെയ്യാതെ ചെയ്യുക. അങ്ങനെന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളുടെ ചോദ്യം ചെയ്യാതെ ചെയ്യുക. അനുസരിക്കുവാൻ തയ്യാറാവുക. പറഞ്ഞാട്ടെ. ഓ സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ഏൽപ്പിച്ചത് ഏറ്റവും ഹീനമായ ശുശ്രൂഷയാണല്ലോ. നിന്നെ മനുഷ്യൻ ഏൽപ്പിച്ചത് ഹീനമായത്. ഒത്തിരി നാൾ നീ ഹീനത്തിൽ തുടരത്തില്ല. നീ അറിയാതെ നിന്നെ അവൻ മാനത്തിലേക്ക് മാറ്റും.
ചെയ്തു തുടങ്ങിക്കോ. ഇന്നും വീട് വീടാന്തരം കേരള സുവിശേഷം പറയാൻ അതിനെ വിളിച്ചിരിക്കുന്നെങ്കിൽ ചെയ്തു തുടങ്ങിക്കോ. ഇന്ന് പോസ്റ്റർ ഒട്ടിക്കാൻ അതിനെ വിളിച്ചിരിക്കുന്നെങ്കിൽ ചെയ്തു തുടങ്ങിക്കോ. ഇന്ന് പോസ്റ്റർ കയറാൻ അതിനെ വിളിച്ചിരിക്കുന്നെങ്കിൽ ചെയ്തു തുടങ്ങിക്കോ. ആ ചെയ്യുന്നതിൽ നീ വിശ്വസ്തനാണെന്ന് കാണുന്നത് ബ്രദറോ ഗ്രേസ് കമ്മ്യൂണിറ്റിയോ അല്ല, കർത്താവാണ്. റോസ് അടുത്ത് വന്നേ, ഓടി വന്നേ. അതൊരു ഭയങ്കര ഹീലിംഗ്, അതൊരു ഭയങ്കര സൗഖ്യമാണ് കേട്ടോ. റോസ്, എന്താ നിന്റെ പേര്? രമിത. രമിത, ഇപ്പോൾ നീ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ യേശുവിനെ കാണിച്ചു. നിന്റെ കഴുത്തിൽ നിന്നൊരു വലിയ മുഴ അപ്രത്യക്ഷമാകുന്നു. കരയാതെ കരയാതെ ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്കേ. നീ തന്നെ ആ വ്യക്തി? നീ തന്നെ ആ വ്യക്തി? നോക്കോ, എത്ര വലിപ്പമുണ്ട് അതിന് ഞാൻ കാണട്ടെ. ഇതാ, ഓക്കെ, കൈവച്ചു. നീ വിശ്വസിക്കുന്നോ ക്രിക്കറ്റ് ബോളിന്റെ വലിപ്പമുള്ളത് നിന്റെ കയ്യിൽ നിന്ന് കാണാതെ പോകുന്നു? വിശ്വസിക്കുന്നോ? നോക്കണേ, നിങ്ങളെ നോക്കണേ. ഓളെ പിടിച്ചോ, നമ്മുടെ ശരീരത്തിൽ ദൈവശക്തി വരുന്നു. നോക്കണേ, തപ്പതി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന, ഇവിടെ വ്യാപരിക്കുന്ന അതേ ദൈവശക്തി തന്നെ നിങ്ങളുടെ സമീപത്തേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹോദരിക്ക് സംഭവിച്ച് തന്നെ ഇപ്പം നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കാൻ പോകും. ഇത് കർമ്മമല്ല, ഇത് മർമ്മമാണ്. ഇതെന്തോ ചെയ്തിട്ട് കിട്ടുന്നതല്ല, യേശുവിനെ വിശ്വസിച്ചാൽ മാത്രം കിട്ടുന്നതാണ്. ഇതിനു വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട, എല്ലാവരും കണ്ണടച്ച് വിശ്വസിച്ചാൽ മതി. ഈ യേശു അതിശയങ്ങൾ ചെയ്യാൻ വരിക. ലോകമെമ്പാടും നിങ്ങളെ കാണുന്നവരെ വിതുരയിൽ ഇറങ്ങിയ മുഴുവൻ ദൈവശക്തി എല്ലാവരും കരമുയർത്തി പിടിച്ച് ലോകമെമ്പാടും നമ്മളെ കാണാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവേ, ലോകമെമ്പാടും നിങ്ങൾ കാണാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ ഇറങ്ങുന്ന അതേ ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ അവരിയ്ക്കുന്ന ഇടത്തോട് വ്യാപരിക്കണം. ഭയങ്കര അതിശയങ്ങൾ സംഭവിക്കണം. ക്യാൻസറിന്റെ സൗഖ്യമാണ്. തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കട്ടെ. ഉടമ്പരി തുള്ളിച്ചാടട്ടെ. ട്യൂമറുകൾ, തൈറോയിഡുകൾ, ഗ്ലാൻഡുകൾ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ, പ്രത്യേകിച്ച് കേരളത്തിലും മറ്റ് സ്ഥലങ്ങളായിരിക്കുന്നത്, ഈ ദിവസങ്ങളിൽ ഡോക്ടേഴ്സ് ടവറിലെ സ്ഥല പരിമിതികൾ കൊണ്ട് നമ്മൾ നമ്മുടെ ആരാധന ചങ്ങനാശ്ശേരി ടൗൺ ഹാളിലേക്ക് മാറ്റിയിരിക്കുന്ന വിവരം നിങ്ങളെ സന്തോഷത്തോടെ അറിയിക്കുന്നു. ലാസ്റ്റ് സൺഡേയിൽ ടൗൺ ഹാളിലെ ആ ഹോൾ ഫില്ല് ചെയ്ത് നമുക്ക് പലയിടങ്ങളിൽ നിന്നായിട്ട് ആൾക്കാർ വന്ന് വലിയ ദൈവപ്രവൃത്തികളെ കർത്താവ് ചെയ്തു. ഈ ഞായറാഴ്ച നമുക്ക് ടൗൺ ഹാളിൽ വെച്ച് SB കോളേജിന് എതിർവശം MC റോഡിൽ ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് ഉണ്ട്. സ്റ്റെപ്പ് കയറേണ്ട, അവിടെ സൗകര്യമുണ്ട്. കടന്നു വരുവാൻ നിങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക്.